എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിലെ ഒരു പഴയകാല നഗരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് ലക്സർ. ഇത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നു. എന്നാൽ 2021 ഗവേഷകർ ഇതേ സ്ഥലത്തിൽ വേറൊരു നഗരം കൂടി കണ്ടുപിടിച്ചിരുന്നു. അതായത് 2021 ഏപ്രിൽ മാസത്തിൽ ഇവിടെ വേറൊരു സ്വർണ്ണ നഗരത്തെ കൂടി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ വളരെയധികം ആശ്ചര്യപ്പെടുമായിരിക്കും. ഗവേഷകർ പറഞ്ഞപടി ഈ പഴയ നഗരം 2500 വർഷങ്ങളായി ഭൂമിക്കടിയിൽ മണ്ണുകളാൽ മൂടപ്പെട്ടു കിടക്കുകയായിരുന്നു. ഇവിടെ വീടുകളുടെ ചുവരുകൾ മാത്രമല്ലാതെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലുകളും ലഭിച്ചിരുന്നു. ഈ നഗരം ഏകദേശം 3600 വർഷം പഴക്കവും കാണപ്പെടാമെന്ന് സയന്റിസ്റ്റുകൾ പറയപ്പെടുന്നു. അതുമാത്രമല്ല, 9ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇവിടെ അനവധി ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പട്ടണത്തിൽ നിന്നും വിചിത്രമായ അനവധി ആയുധങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. ഗവേഷകർ പറയുന്ന പ്രകാരം ഈജിപ്തിലെ പിരമിഡിനു ശേഷം കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും വലിയ നഗരം ഇതാണ്. ഇവിടെ നിന്നും വളരെയധികം സ്വർണവും പിന്നെ വിലയേറിയ മറ്റു വസ്തുക്കളും കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ വാല്യൂ കോടിക്കണക്കിന് രൂപ വരും. ഇനിയും ഈ പട്ടണം മുഴുവനായിട്ടും കുഴിച്ചെടുത്തിട്ടില്ല. നഗരത്തെ മുഴുവൻ ഖനനം ചെയ്തെടുത്താൽ ഉറപ്പായിട്ടും വളരെയധികം നിധികൾ കിട്ടുമെന്ന് അവർ കരുതപ്പെടുന്നു. തുർക്കിയിലുള്ള പുരാവസ്തു ഗവേഷകർ 11,000 വർഷം പഴക്കമുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ സെർമോണിയൽ പരേഡ്, അതായത് മത ആചാരങ്ങൾ നടന്ന വൃത്താകൃതിയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഇടമായി കരുതപ്പെടുന്നു. ഇവിടെ മനുഷ്യന്റെ തലയുടെ ആകൃതിയിലുള്ള ഒരു തലയും അതിനോട് ചേർന്ന് T ആകൃതിയിലുള്ള തൂണുകളും കണ്ടെത്തിയിരുന്നു. സദേൺ ടർക്കിയിൽ ഇപ്പോൾ ഈ സ്ഥലത്തിന് കർഹാൻ ടെപ്പെ എന്ന് പറയപ്പെടുന്നു. നശിച്ചു പോകാത്ത മനുഷ്യതലയ്ക്ക് ചുറ്റും 11 കൽ തൂണുകളും കണ്ടെത്തിയിരുന്നു. ഇത് മാത്രമല്ല, കുറുക്കന്റെയും പാമ്പുകളുടെയും അസ്ഥികളും കണ്ടെത്തിയിരുന്നു. ഉറപ്പായിട്ടും ഇത് മതചടങ്ങുകൾ നടന്ന ഒരു സ്ഥലമായിരിക്കും എന്ന് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ അകത്തു വരുവാൻ ഒരു വഴിയും പുറത്തു പോകാൻ വേറൊരു വഴിയും ഉണ്ട്. അവരുടെ മതചടങ്ങുകളെ നടത്തിയിരിക്കാം എന്ന് കരുതപ്പെടുന്നു. 2019 തുടങ്ങിയ ഈ പുരാവസ്തു ഗവേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പ്രദേശം അത്രയും വലിയതാണ്. 2ാം നൂറ്റാണ്ടിൽ ആർമി ഓഫീസറുടെ വീട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് റോം ദേശത്തിൽ പോകേണ്ടി വരും. റോമിൽ ഒരിടത്ത് മെട്രോ സബ്വൈക്ക് വേണ്ടി കുഴിക്കുമ്പോൾ ഈ അത്ഭുത കെട്ടിടം കണ്ടെടുത്തത്. ഈ വീട്ടിൽ ഉന്നത ആർമി ഓഫീസർ മാത്രമല്ലാതെ ചില യുദ്ധവീരന്മാരും ജീവിച്ചിരുന്നിരിക്കാം എന്ന് ഗവേഷകർ പറയുന്നു. ഇതിൽ 14 മുറികളുണ്ട്. എല്ലാം മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ വലിയ ആശ്ചര്യമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കാലത്തിൽ മാർബിൾ കല്ലുകൾ എങ്ങനെ കട്ട് ചെയ്തു? അതുമാത്രമല്ല, ഇത്ര മനോഹരമായ ഡിസൈൻ എങ്ങനെ ചെയ്തെടുത്തു? 1800 വർഷങ്ങൾക്ക് മുൻപ് ഒരു മെഷീൻ സഹായമില്ലാതെ വെറും കൈകൊണ്ട് മാത്രം ഈ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നു. ഒരു മുറിയിൽ ഇവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഉപകരണവും കൂടി ഗവേഷകർക്ക് കിട്ടിയതായി പറയപ്പെടുന്നു. ഇത്ര മനോഹരമായ കെട്ടിടത്തെ മെട്രോ സബ്വൈക്ക് വേണ്ടി മുഴുവനായി കുഴിച്ചെടുത്തിരുന്നു. അതിനുവേണ്ടി എർത്ത് മൂവേഴ്സും കൂടി ഉപയോഗിച്ചിരുന്നു. ഒരു അടയാളങ്ങളും ലഭിക്കാതെയാക്കി കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പുരാവസ്തു ഗവേഷകർ ഈ കെട്ടിടത്തിന്റെ ഫോട്ടോസ് എല്ലാം മുമ്പേ എടുത്തു വെച്ചിരുന്നത്. ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യൻ പ്രകൃതിയോട് എങ്ങനെയുള്ള ജീവിതശൈലിയിലാണ് ജീവിച്ചിരുന്നത് എന്ന് ഇതുവരെയും നമ്മളാൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ നിന്ന് ലഭിച്ച അനേക പുരാവസ്തുക്കൾ നമുക്ക് സഹായകമാകും. ഉദാഹരണമായി, ബൾഗേറിയയിൽ ഒരു ഗുഹയിൽ ഗവേഷകർക്ക് കഴിഞ്ഞ കാലത്തിൽ പഴയ മനുഷ്യരുടെ അടയാളങ്ങൾ കണ്ടെടുത്തിരുന്നു. ഗവേഷകർ പറയുന്ന പ്രകാരം ഇത് ലോകത്തിൽ കണ്ടെത്തിയ എല്ലാത്തിനേക്കാളും പഴയ അസ്ഥികൂടങ്ങൾ എന്ന് പറയുന്നു. സയന്റിസ്റ്റുകൾ ഇതിന്റെ ജീൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവർക്ക് ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈസ്റ്റ് ഏഷ്യൻ മനുഷ്യരുടേത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഇതിന്റെ DNA നിയാൻഡർതാൽ എന്ന പഴയ മനുഷ്യരോട് മാച്ച് ആയത്. അതുമാത്രമല്ല, ഈ കൂട്ടർ നിയാൻഡർതാലിനേക്കാളും 7 തലമുറ പുറകിലുള്ളവരെന്ന് ഈ ടെസ്റ്റ് മൂല്യമായി കണ്ടെത്തിയിരുന്നു. നശിച്ചുപോയ ഈ നിയാൻഡർതാൽ കൂട്ടം മനുഷ്യരോട് ചേർന്ന് ബ്രീഡിംഗ് ആയതെന്ന് സയന്റിസ്റ്റുകൾ പറയപ്പെടുന്നു. എന്നാൽ ഈ കൂട്ടത്തെ നിയാൻഡർതാലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കൂട്ടർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. മായൻ നാഗരികതയിൽ എത്രയോ രഹസ്യങ്ങളുണ്ട്. അത് എല്ലാത്തിനെയും കണ്ടെത്തുക ഒരു അസാധ്യമായ കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ സദേൺ നോർത്ത് അമേരിക്കയിൽ ഉണ്ട്. മെസോ അമേരിക്ക എന്നും പറയപ്പെടുന്നു. ഇവിടം ഒരു സാംസ്കാരികവും ചരിത്രപരവുമായ സ്ഥലമാണ്. നോർമാൻ എന്ന മനുഷ്യൻ 1975 ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അതിനുശേഷം പുരാവസ്തു ഗവേഷകർ 5 വർഷം അധ്വാനിച്ച് ഈ മാൻഷനെ പുറത്തു കൊണ്ടുവന്നത്. ഇത് കണ്ട് ഓരോ മനുഷ്യനും മായൻ നാഗരികതയിൽ മേൽ ബഹുമാനം അധികമായി വന്നു. ഈ കെട്ടിടത്തിൽ ഇരിക്കും ഓരോ ശില്പങ്ങളെ നോക്കിയാൽ അതിന് ഒരു കേടുപാടുകളും ഇല്ലാതെ നല്ലതായിട്ടിരിക്കുന്നു. പക്ഷേ ഇത് 100 വർഷം പഴക്കമുള്ളതല്ല. ഏകദേശം 3000 വർഷം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് അമേരിക്കയിലുള്ള മായൻ നാഗരികതയിൽ സംബന്ധിച്ചുള്ള ഏറ്റവും പഴക്കമാർന്ന കെട്ടിടം. ഈ കെട്ടിടം കാണാൻ വളരെയധികം അത്ഭുതമായിരിക്കുന്നു, അല്ലേ? ഒരു തരത്തിലുള്ള യന്ത്ര ഉപകരണങ്ങളും ഉപയോഗിക്കാതെ വെറും കൈകൊണ്ട് നല്ല മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടെ കർഷകർ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ സ്ഥലത്തിൽ കൃഷി
ചെയ്താണ് ജീവിച്ചിരുന്നു എന്ന് ഗവേഷകർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇനിയും ധാരാളമായി കണ്ടുപിടിക്കാൻ ഉണ്ടെന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു. 5-ാം നൂറ്റാണ്ടിനെ കുറിച്ച് സംബന്ധിച്ചുള്ള സാൻഡിബോർഗ് എന്ന സ്വീഡിഷ് സ്ഥലത്തിൽ പുരാവസ്തു ഗവേഷകർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള വീടിന്റെ തറഭാഗത്തിരുന്നു കുറച്ച് മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കിട്ടിയിരുന്നു. പിന്നെയും ഖനനം ചെയ്തപ്പോൾ അനേകം അസ്ഥികൂടങ്ങൾ ലഭിച്ചിരുന്നു. ഇത് കണ്ട് ഗവേഷകർ അധികമായി ആശ്ചര്യപ്പെട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കിട്ടിയ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ എല്ലാം മനുഷ്യനാൽ സംസ്കരിച്ചതല്ല. അതുമാത്രമല്ല, അവരെല്ലാവരും വാൾ അല്ലെങ്കിൽ മഴുവിനാൽ കൊല്ലപ്പെട്ടതാണെന്ന് ഉള്ള അടയാളങ്ങൾ അവരുടെ അവശിഷ്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഗവേഷകരെ സഹായിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആ വീടിന്റെ മതിലുകൾ അവരുടെ മേൽ വീണ് മണ്ണിൽ മൂടപ്പെട്ടതാകാം എന്ന് ഗവേഷകർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും 1-2 അല്ല, ഏകദേശം 26 അസ്ഥികൂടങ്ങൾ ഗവേഷകർ കണ്ടെടുത്തിരുന്നു. വെറും അസ്ഥികൂടങ്ങൾ മാത്രമല്ല, നാണയങ്ങൾ, മറ്റു വിലയേറിയ നിധികളും ഗവേഷകരാൽ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവരെ നശിപ്പിച്ചതാര് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തെളിവുകളും അവരാൽ കണ്ടുപിടിക്കപ്പെട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ ജിയോഗ്ലിഫ് നമ്മുടെ ഇന്ത്യയിലുള്ള താർ ഡെസേർട്ടിൽ കണ്ടുപിടിക്കപ്പെട്ടത്. ഈ ജിയോഗ്ലിഫിന്റെ മൊത്ത വലിപ്പം ഏകദേശം 500 ഏക്കർ ആയിരിക്കും. ജിയോഗ്ലിഫ് എന്തെന്നാൽ ഭൂമിയുടെ പരന്ന പ്രദേശത്ത് പ്രകൃതിയാൽ ഉണ്ടാകും ഡിസൈൻസ്. പൊതുവെ ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെറിയ ചെറിയ കല്ലുകളാൽ ഉണ്ടാകും. ഇതിൽ ധാരാളം സ്പൈറൽ പോലുള്ള ഡിസൈൻസ് ഉണ്ട്. ഇവ കാണുന്നതിന് വളരെ അതിശയകരമായിരിക്കുന്നു അല്ലേ? ജിയോഗ്ലിഫിലെ ഒരു ലൈൻ ഏകദേശം 48 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് അറിയപ്പെടുന്നു. താർ ഡെസേർട്ടിൽ ഉള്ള ഈ ജിയോഗ്ലിഫ് ഏകദേശം 150 വർഷം പഴക്കമുള്ളതാണെന്ന് ഗവേഷകർ പറയപ്പെടുന്നു. ഇത് സാധാരണമായി തറയിൽ നിന്ന് കാണുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് സയന്റിസ്റ്റുകൾ ഗൂഗിൾ എർത്ത് മൂലമാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ചിലർ ഇത് പെട്രോഗ്ലിഫ് എന്ന് പറയപ്പെടുന്നു. പെട്രോഗ്ലിഫ് എന്തെന്നാൽ മനുഷ്യരാൽ നിർമ്മിച്ചിട്ടുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന ഡിസൈൻസ്. ഒരു വിധത്തിൽ ഇത് പെട്രോഗ്ലിഫ് ആണെങ്കിൽ സത്യമായിട്ട് ഇത് ആര് നിർമ്മിച്ചിരിക്കും, എന്തിനു വേണ്ടി നിർമ്മിച്ചിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ശരിയായിട്ടുള്ള ഉത്തരവുമില്ല. ഹൈറക്കോൺപോളിസ് 5-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൈൽ നദീ തീരത്ത് സ്ഥിതി ചെയ്ത ഒരു വലിയ നഗരമായിരുന്നു ഇത്. ഇവ പിരമിഡ്സ് നിർമ്മിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ നഗരം എത്ര പഴക്കമുള്ളതാണെന്ന്. ഇവിടെ ജീവിച്ചിരുന്നവർ എല്ലാവരും വലിയ ധനവാന്മാരായിരുന്നു. അതുപോലെ അവര് ധാരാളം പെറ്റ് ആനിമൽസിനെയും വളർത്തുമായിരുന്നു. റീസെന്റായി അവിടെയുള്ള ഒരു ശവകുടീരത്തിൽ ഗവേഷണം ചെയ്യുമ്പോൾ ആന, ചില ബഫൂൺസ്, ഹിപ്പോപ്പൊട്ടാമസ്, മറ്റു ജീവജാലകങ്ങളുടെ അസ്ഥികൂടങ്ങളും കൂടി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം പെറ്റ് ആനിമൽസ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവയിൽ ബഫൂൺസ് പിന്നെ ഹിപ്പോപ്പൊട്ടാമസിന്റെ എല്ലുകളിൽ ഫ്രാക്ചർ ആയിട്ട് അത് സുഖമായതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നാൽ ഒരുപക്ഷെ ആ കാലത്തിലെ ഈജിപ്ഷ്യൻകാർ ഇതുപോലത്തെ മൃഗങ്ങളെ ആയിരിക്കുമോ അവരുടെ വളർത്തുമൃഗമായി വളർത്തിയത്. എന്നാൽ സയന്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ അവര് ഈ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ ആയിരിക്കാം ആ മുറിവുകൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. സിറിയയിലുള്ള ടെൽ ബനാത്ത് എന്ന സ്ഥലത്തിൽ പുരാവസ്തു ഗവേഷകർ ഏകദേശം 4300 വർഷം പഴക്കമുള്ള ഒരു യുദ്ധ സ്മാരകത്തെ കണ്ടെത്തിയിരുന്നു. ഇവിടെ 30 യുദ്ധവീരന്മാരും അവരുടെ കുതിരകളും അടക്കം ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന വീരന്മാർ പല ദേശത്തിൽ ചേർന്നവരായിരിക്കാം എന്ന് ഗവേഷകരുടെ പ്രവചനം. അതുപോലെ ഇവിടെയുള്ള ലിഖിതത്തിൽ ഈ വീരന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ചെറുതായിട്ട് എഴുതപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ താമസിക്കും ജനങ്ങൾ ഈ പ്രദേശത്തെ വൈറ്റ് മോണ്യുമെന്റ് എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ സ്മാരക ചിഹ്നം വെളുത്ത ജിപ്സം കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടത്. അതിനാൽ ഇതിന്മേൽ സൂര്യവെളിച്ചം അടിക്കുമ്പോൾ ഈ സ്മാരക ചിഹ്നം തിളങ്ങി നിൽക്കും. ഈ കണ്ടുപിടുത്തത്തിനാൽ എന്തു മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ യുദ്ധവീരന്മാരെ ആദരിച്ചു വന്നിരുന്നു. ഗുജറാത്തിൽ ഉള്ള ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് അറേബ്യൻ നാഗരികതയിൽ ഉള്ള ഒന്നാണ്. ഈ സ്ഥലം ഏകദേശം 250 ഏക്കർ വ്യാപരിച്ചു കിടക്കുന്നു. ഈ സ്ഥലം 1968 ഈ പ്രദേശം കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ വിപുലമായ ഖനനം ആരംഭിച്ചത് 1988 നടന്നത്. അതിനുശേഷമാണ് മനസ്സിലായത് ഈ നഗരം ഒരു അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ മൂല്യമാണ് നിർമ്മിക്കപ്പെട്ടതെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇവിടെയുള്ള കെട്ടിടങ്ങൾ ഈ കാലഘട്ടത്തിലെ മാത്തമാറ്റിക്സ് കാൽക്കുലേഷനെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെക്കാളും വലിയ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ഇതിൽ വളരെ മുഖ്യമായുള്ളത് സിമെട്രി ആൻഡ് റിസർവോയർ. എന്തെന്നാൽ ഇവ രണ്ടും ആ കാലഘട്ടത്തിൽ വളരെ അഡ്വാൻസ് ആയിരുന്നു. അതുമാത്രമല്ല ഇവിടെ നിന്നും ധാരാളം കലാവസ്തുക്കൾ, ചിത്രങ്ങൾ, ആഭരണങ്ങൾ പിന്നെ ശില്പങ്ങളും കണ്ടുപിടിച്ചിരുന്നു. ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ കാര്യത്തെ മനസ്സിലാക്കുവാൻ സഹായിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. നിങ്ങളുടെ വേ ടു ഫാക്ടിഫൈ.